ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം രാധേശ്യാം. എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ്. ഭഗവാന്റെ അപാരമായ കൃപാകടാക്ഷം കൊണ്ട് നമ്മൾ ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടി സത്സംഗത്തിലിരിക്കണം. 2-3 ദിവസമായിട്ട് കാണാനില്ലല്ലോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊരു കാരണം പറയാനൊന്നുമില്ല. അത് ചില സമയത്ത് അങ്ങനെയാണ്. നമ്മൾ ഭഗവാന്റെ നാമം ജപിക്കുമ്പോൾ, ഭഗവത് കഥകൾ കേൾക്കുമ്പോൾ, ഹരേ കൃഷ്ണ, ചില സമയത്ത് അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കണ്ണുകളൊക്കെ നിറഞ്ഞ് ഒഴുകണു. കഥകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവണം, അനുഭൂതി ഉണ്ടാവണം. ഭാഗവതം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രന്ഥമൊക്കെ എടുത്ത് ഏതെങ്കിലും ഭാഗമൊക്കെ പാരായണം ചെയ്യുന്ന സമയത്ത് ചില സമയങ്ങളിൽ നമുക്ക് ആ ഉണ്ടാവുന്ന ഒരു അനുഭവം എടുത്തു പറയാൻ സാധിക്കാത്ത അനുഭവമായിരിക്കും. അതേസമയം പിന്നീട് അതേ ഭാഗം തന്നെ പിന്നെയും വായിക്കുമ്പോൾ നമുക്ക് ആ ഒരു അനുഭവം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അത് ഓരോ നമ്മുടെ ആ ജീവൻ്റെ ഓരോ കർമ്മപ്രാരബ്ധാണോ, മായയുടെ വലിപ്പാണോ, നമ്മളെ ലൗകികമായിട്ടുള്ള ആ ഓരോരോ കാരണങ്ങൾ പിടിച്ചിഴക്കേണ്ടതാണോ ഒന്നും പറയാനൊന്നും അറിയില്ല. എനിക്ക് തന്നെ അനുഭവം ഉണ്ടായിരുന്നു. 2-3 ദിവസമായിട്ട് സത്സംഗത്തിലിരിക്കാൻ സാധിക്കണില്ല എന്ന്. എന്നാൽ സാധിക്കാത്ത അത്ര തിരക്ക് എന്തെങ്കിലും ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിട്ടില്ലാനും. അപ്പം അതാണ് പറയണത്. അത് എന്തുകൊണ്ടാണ് ഓരോ നിമിഷവും ജീവിതത്തിൽ എത്ര കാലാമിരിക്കും ഇനി എന്ന് സത്യമോ നമുക്കേതുമൊന്നില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ അടുത്ത നിമിഷം എന്താവുമെന്ന് അറിയാത്തൊരവസ്ഥയിൽ ശരിക്കും അത് നമുക്ക് എപ്പോഴൊക്കെയോ ഓരോരോ മഹാത്മാക്കളുടെ വാക്കുകളിൽ നിന്ന് അല്പമെങ്കിലും ബോധ്യമായിട്ട് പോലും നമുക്ക് ആ നാമജപത്തിൽ നിന്ന് അല്ലെങ്കിൽ സത്സംഗത്തിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വരിക എന്ന് പറയുമ്പോൾ
അത്രയ്ക്കുണ്ട് നമ്മളെ ബാധിച്ചിട്ടുള്ളത്. ഇതെല്ലാം പൂർവ്വജന്മത്തിലെ ആവാം, അല്ലെങ്കിൽ ഈ മാലിന്യങ്ങളെ, മനോമാലിന്യങ്ങൾ എത്ര ഉണ്ട് നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ളത് ഭഗവാൻ നമുക്ക് മനസ്സിലാക്കി തരികയായിരിക്കും. നമ്മൾ ഈ നിമിഷം വരെ നാമജപം കൊണ്ടോ കഥകൾ കേട്ടിട്ടോ സത്സംഗങ്ങളെ കൊണ്ടോ എന്തെങ്കിലും അല്പമെങ്കിലും ഒരു ഇഷ്ടം, അല്പമെങ്കിലും ഒരു പ്രേമഭാവം എന്നൊക്കെ പറയാൻ പറ്റുമോ? എനിക്കിപ്പോൾ അതൊക്കെ സംശയമായി തുടങ്ങി. ഇങ്ങനെ വന്ന് ഇരുന്ന് പറയാനൊന്നും തോന്നാണ്ടായി തുടങ്ങി. അതാണ് സത്യം പറയുകയാണെങ്കിൽ വരാത്തത്. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഒന്നുമല്ല. ഇനിയും എത്രയെത്ര ജന്മങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടി വരും. അപ്പം ഇപ്പോഴൊക്കെ നമ്മൾ എന്തെങ്കിലും നമുക്ക് ഒരു അനുഭവം തോന്നുന്നുണ്ട്, ഈശ്വര കഥകൾ പറയാനൊരു കൊതി തോന്നുന്നുണ്ട്, ഈശ്വര കഥകൾ കേൾക്കാനൊരു കൊതി തോന്നുന്നുണ്ട് എന്നെല്ലാം ഉണ്ടെങ്കിൽ അത് ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ, ആ ശ്രീ ഗുരുവായൂരപ്പൻ്റെ പരമമായ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. നമ്മളെപ്പോഴും പറയാറുള്ള പോലെ ആരുടെയോ ഒരാളുടെ, നമ്മളുടെ തലമുറയിൽപ്പെട്ട ആരുടെയോ ഒരാളുടെ പൂർവ്വജന്മ സുഹൃതം കൊണ്ട് ആ വഴിക്കൂടെ വന്നതല്ലേ എന്നുള്ള നിലയ്ക്ക് നമ്മളെയും കൂടി അങ്ങോട്ട് നടത്തിക്കായിരിക്കാം വേണമെങ്കിൽ ഭഗവാൻ. കാരണം ആ ഭഗവാൻ നമ്മളെ മുറുകെ പിടിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണം തന്നെയാണ് ഈ ഒരു അലസത ഇടയ്ക്ക് പ്രകടമാവുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ വിചാരം നമ്മുടെ കഴിവ് കൊണ്ടാണ്, നമ്മുടെ മഹത്വം കൊണ്ടാണ്. നമ്മളിപ്പോൾ ഭാഗവതമൊക്കെ വായിക്കാൻ അറിയുന്നുണ്ട്, നാരായണീയം വായിക്കാൻ അറിയുന്നുണ്ട് എന്നൊക്കെ വിചാരിക്കണു. അതിങ്ങനെ മുടങ്ങാണ്ട് കൊണ്ട് നടക്കണു. അപ്പം നമുക്കൊക്കെ തോന്നുക നമ്മൾ പണ്ടത്തെക്കാളും കുറേ മെച്ചപ്പെട്ടു, നമുക്ക് അതിനൊക്കെ താല്പര്യം തോന്നി തുടങ്ങി. അപ്പം ചിലപ്പോൾ നമുക്ക് തോന്നിയെന്നും വരും, മറ്റുള്ളവർക്ക് എന്താ അങ്ങനെ താല്പര്യമില്ലാത്ത, ഇതെന്താ അവർക്ക് കേൾക്കാൻ തോന്നാത്ത എന്നൊക്കെയുള്ള സംശയങ്ങൾ തോന്നും. ഇതൊന്നും നമ്മുടെ ഒന്നും കഴിവ് കൊണ്ടല്ല, ആ ഭഗവാന്റെ പരമമായ കാരുണ്യം കൊണ്ടാണ്. ഭഗവാൻ നമ്മളെ മുറുക്കെ പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ്. ആ പിടി ഒന്ന് അയച്ചാൽ മതി, നമ്മൾ ആ പിടി വിട്ട് പോരും, ഉറപ്പാ. നമ്മൾ ഭഗവാനെ മുറുക്കി പിടിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാനെ നമ്മൾ മുറുക്കി പിടിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ആ കയ്യ് നമ്മളുടെ തോന്നലാണ് നമ്മൾ ഭഗവാനെ മുറുക്കി പിടിച്ചിട്ടുണ്ട്, ആ പാദത്തിൽ മുറുക്കി പിടിച്ചിട്ടുണ്ടെന്ന്. നമ്മൾ ഒന്നും പിടിച്ചിട്ടില്ല ഭഗവാനെ. കാരണം അതിനേക്കാളും പലതും നമുക്ക് അതിലും പ്രിയപ്പെട്ടതായിട്ട് പലതും ഉണ്ട്. അതൊക്കെ നഷ്ടപ്പെടുമോ, അതിനൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് പറ്റുമോ എന്നുള്ള ഒരു സംഭ്രമമാണ് നമ്മുടെ ജീവിതത്തിൽ തരണം ചെയ്തു വന്ന ഓരോ കാര്യങ്ങളിലും ഈശ്വരൻ്റെ ആ കാരുണ്യം കൊണ്ട് നമുക്ക് അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു എന്നൊക്കെ നമുക്ക് തോന്നി. പിന്നെയും നമുക്ക് ഓരോ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വീണ്ടും വീണ്ടും നമുക്ക് തോന്നുക നമ്മുടെ മനസ്സ് ആ ഭഗവാനിൽ നിന്ന് വേർപ്പെട്ട ഓരോരോ കാര്യങ്ങളിലേക്ക് ചെല്ലുക. അപ്പം അങ്ങനെ പോണ ആ അവസരത്തിൽ ഭഗവാൻ നമ്മളെ മുറുക്കെ പിടിക്കുന്നത് കൊണ്ടാണ്, ഓരോ കാരണങ്ങളെ കൊണ്ട്. വാസ്തവമായിട്ടും അതെ. ഇപ്പോൾ ഇവിടെ സത്സംഗത്തിൽ ഇരിക്കാത്ത നിമിഷത്തിൽ മുല്ലോർലി തേവരുടെ പ്രധാനമായിട്ടുള്ള ഒരു ജോലി തേവർ ഏറ്റെടുത്തത് നാരായണീയം എന്നെ പഠിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം ഭഗവാന് മനസ്സിലായി ആരെ എത്രയെത്ര മഹാത്മാക്കളായിട്ടുള്ളവർ അതിന് വേണ്ടിയിട്ട് തുനിഞ്ഞിട്ട് അവരൊന്നും ഇല്ല. അങ്ങനെ ഉണ്ടല്ലോ, പറഞ്ഞാൽ കേൾക്കാണ്ടിരിക്കുക എന്നുള്ളൊരവസ്ഥ നമുക്കുണ്ടല്ലോ. കുട്ടികൾ അവർ പറഞ്ഞാലും ഇവർ പറഞ്ഞാലും കേൾക്കില്ല, അവസാനം അവനവൻ തന്നെ തുനിഞ്ഞിറങ്ങുകയെന്ന് പറഞ്ഞ പോലെ ഭഗവാൻ തുനിഞ്ഞിറങ്ങിയിട്ട് ഇപ്പോൾ ഈ നാരായണീയത്തിൻ്റെ ഓരോരോ ദശകങ്ങൾ തപ്പിപ്പിടിച്ച് വായിച്ച് പഠിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അതിൽ നിന്നും പലപ്പോഴും ഇതിപ്പോൾ ആ ഒരു നിലയ്ക്ക് ഇരിക്കുമ്പോൾ, നമ്മൾ സപ്താഹമൊക്കെ കേട്ടിരിക്കുമ്പോൾ ഓരോന്ന് എന്തൊക്കെയോ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ ബുദ്ധി വേണ്ടതുപോലെ അല്ലാത്തത് കൊണ്ട് അത് നമുക്ക് മനസ്സിലാവാണ്ടും പോകുന്നുണ്ട്. ഇപ്പോൾ സപ്താഹങ്ങളൊക്കെ നമ്മൾ കേട്ടിരിക്കുമ്പോൾ 7 ദിവസം അങ്ങോട്ട് കേട്ടിരുന്ന് കഴിക്കുമ്പോൾ നമ്മൾ അതിൽ തന്നെ ലയിച്ച് ഓരോ നിമിഷവും നമ്മൾ ആലോചിക്കുക, എൻ്റെ ഭഗവാനെ എത്ര കാലം ജീവിതത്തിൽ ജീവിച്ചു, ഇതൊന്നും തിരിച്ചറിയാണ്ട് പോയില്ലേ, ഇപ്പോഴല്ലേ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റിയേ, ഇപ്പോഴല്ലേ ഇതൊക്കെ അറിയാൻ പറ്റിയേ
ഇത്രയും കാലം വെറുതെ പോയില്ലോ, ഇനിയൊരു നിമിഷം പോലും ഞാൻ പാഴാക്കില്ല, ഇനിയുള്ള കാലം മുഴുവൻ ഈശ്വരനാമം ജപിച്ചേ ഭഗവാന്റെ കഥകൾ കേട്ടിട്ട് തന്നെ ഇരിക്കുള്ളൂ എന്നൊക്കെ നമ്മൾ ആത്മാർത്ഥമായിട്ട് എന്ന് പറഞ്ഞോണം തന്നെ നമ്മളിങ്ങനെ ചിന്തിക്കും. ആ സപ്താഹം കഴിഞ്ഞാൽ ഇനി എവിടെയാണ് സപ്താഹം ഉണ്ടാവുക, എവിടെയാണ് ഉണ്ടാവുക എന്നൊക്കെ നമ്മളിങ്ങനെ കൊതിച്ച് കാത്തിരിക്കും. വേറെ ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മനോഭാവം മാറി പഴയ പോലെ തന്നെയായി. പിന്നെ അടുത്ത സപ്താഹം വരണം. നമ്മൾ ആ പുസ്തകം അവിടെ മടക്കി കൊണ്ടുവച്ചാൽ പിന്നെ അത് തുറന്നു നോക്കണേ ഇല്ല, ഒരധ്യായം പോലും വായിക്കണില്ല. എല്ലാവരും ഭാഗവതം വാങ്ങിച്ചു, ഞാനും വാങ്ങിച്ചു. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവഹി എന്ന് പറയണു. ആ ഭഗവാന്റെ അതിസുന്ദരമായിട്ടുള്ള ആ ഒരു ഭഗവാൻ നിറഞ്ഞു നിൽക്കുന്നതാണ്. ഭഗവാൻ തന്നെയാണ് ഭാഗവതം. അപ്പം ഭഗവാനെ നമുക്ക് കയ്യിൽ കിട്ടിയോന്ന് ചോദിച്ചാൽ ഭാഗവതം നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ ആ ഉണ്ണിക്കണ്ണനെ ചേർത്ത് പിടിക്കുന്ന പോലെ അതിലെ ഓരോ വാക്കുകളും കേൾക്കുകയും ശ്രവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പം ഇത് ഗുരുവായൂരപ്പനാണെന്ന് മനസ്സിലാക്കുമ്പോൾ അതിനെ എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് കൂടുതൽ അനുഭവിക്കാനുള്ള കൊതി ഉണ്ടായിട്ട് തന്നെത്താനെ ആയാലും ശരി, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലായാലും അത് മനസ്സിലാക്കാനൊന്നും നമ്മൾ ശ്രദ്ധിക്കാണ്ട് ഇതൊക്കെ മടക്കി കൊണ്ടുവയ്ക്കുക ചെയ്യണം. നാമജപം നടക്കുകയായാലും ഓരോ ദിവസങ്ങളിൽ നമ്മൾ നാമം ജപിക്കുന്ന ദിവസങ്ങളിൽ അവിടെ ഒന്ന് നാമം ജപിക്കേണ്ടതെന്നല്ലാണ്ട് വീട്ടിലിരുന്നിട്ട് എന്നും ഇപ്പോൾ 1 മണിക്കൂർ ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് നാമം ജപിക്കാം എന്ന് നമുക്ക് തോന്നണില്ല. അത് തോന്നാത്തത് എന്താ? അതാ പറഞ്ഞേ, നമ്മളെ ഭഗവാൻ പിടിച്ചു വച്ചേക്കുക. നമ്മൾ ആയിട്ട് ഭഗവാനെ പിടിച്ചാൽ എപ്പോൾ വേണമെങ്കിലും വിട്ടുപോകും. നമുക്ക് തോന്നുക നമ്മളായിട്ടാണ് പിടിച്ചേക്കണമെന്ന്. നമ്മളൊന്നും പിടിച്ചിട്ടില്ല. നമ്മുടെ പിടുത്തത്തിനൊന്നും അത്ര ഉറപ്പില്ല, ഭഗവാന്റെ പിടുത്തത്തിനാണ് ഉറപ്പ്. അപ്പം അങ്ങനെയാണ് ആ ഭഗവാന്റെ കാരുണ്യം. അപ്പം നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ആ ഈശ്വരൻ്റെ ഭഗവാനോട് ചേർന്നിരിക്കാനായിട്ടൊരവസരം കിട്ടിയിട്ടുണ്ടോ, അതൊക്കെ ഭഗവാൻ നമുക്ക് കനിഞ്ഞ് തന്നിട്ടുള്ളതാണ്. അത്രയും മനോഹരമാണ് എല്ലാം ഭഗവാന്റെ അല്ലേ. നമ്മൾ പറയില്ലേ, എന്താണ് ആ ഭഗവാന്റെ ആ മധുരം, അധരം മധുരം എന്നൊക്കെ പറയണ പോലെ എല്ലാം മധുരമാണ്. ആ ഭഗവാൻ മംഗളം തരികണതാണ് അല്ലേ. ശരിക്കും നാരായണീയൊക്കെ ഇങ്ങനെ വായിക്കുമ്പോൾ, ആ ശ്ലോകങ്ങളൊക്കെ വായിക്കുമ്പോൾ ആ സാന്ദ്രമായ ആനന്ദം അല്ലേ, സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യം. ആ സാന്ദ്രമായ ആനന്ദം, ആ ഭഗവാന്റെ സ്വരൂപം തന്നെ ആനന്ദമാണ്, ആനന്ദരൂപ. അതും പറയുന്നുണ്ട് അല്ലേ നാരായണത്തിൽ തന്നെ. ഐ ആനന്ദരൂപ ഐതേ എന്ന് പറയുന്നുണ്ട്, അതിലും പറയുന്നുണ്ട്. അപ്പോൾ ആ സ്വരൂപം ആനന്ദമായിട്ട്, ആനന്ദം ആണ് ഭഗവാന്റെ സ്വരൂപം. അപ്പം അതുകൊണ്ട് ആ ഇടമുറിയാത്തതാണ് കനത്തത്. സാന്ദ്രം എന്ന് വെച്ചാൽ ഉറച്ചത്. അതെങ്ങനെയാണ്? അനസ്യൂതം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ആനന്ദം ഭഗവാന്റെ കാരുണ്യത്തിൻ്റെ തണുപ്പ് കൊണ്ട് ഉറച്ചൊരു കട്ടിയായിട്ടൊരു രൂപമായിട്ട് തീർന്ന് ശ്രീ ഗുരുവായൂരപ്പനായിട്ട് തീർന്നു എന്ന് മഹാത്മാക്കൾ അനുസ്മരിക്കും. അങ്ങനെയാണ് അത്ര ഗുരുവായൂരപ്പൻ്റെ രൂപം ഉണ്ടായത്. ഗുരുവായൂരപ്പൻ രൂപം എടുക്കാൻ കാരണം തന്നെ ആനന്ദത്തിൻ്റെ സ്വരൂപമാണ് ഗുരുവായൂരപ്പൻ. ആനന്ദം രൂപം കൊണ്ടതാണ്. ആ ആനന്ദം അനുഭവിക്കണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? ഭക്തി ഉണ്ടാവണം. ആ പരമമായ ഭക്തി ഉണ്ടാവണം. ആ ഭക്തി ഉണ്ടാവണമെങ്കിൽ ആ ഭക്തിയുടെ രൂപമാണ്, ഭക്തി സ്വരൂപം കൈക്കൊണ്ടതാണ് ശ്രീരാധ എന്ന് മഹാത്മാക്കൾ പറയുന്നു. അപ്പോൾ ആനന്ദത്തിൻ്റെ സ്വരൂപവും ഭക്തിയുടെ സ്വരൂപവും, ഭക്തിയോട് കൂടിയിട്ട് ഭക്തിയിലൂടെ മാത്രമേ ആനന്ദം അനുഭവിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് രാധയെ കൂടാണ്ട് കൃഷ്ണപൂജ ചെയ്തു കഴിഞ്ഞാൽ ആ കൃഷ്ണനെ അനുഭവിക്കാൻ സാധിക്കില്ല. അറിവൊക്കെ ഉണ്ടാവും, ധാരാളം അറിവുണ്ടാവും, പഠിച്ചു കഴിഞ്ഞാൽ അറിവുണ്ടാവും. ഇപ്പോൾ ഭാഗവതമൊക്കെ വായിക്കാനൊക്കെ പഠിക്കുക എന്നുള്ളത് വളരെയധികം പ്രയത്നത്തോടു കൂടിയിട്ട് നമ്മളത് അത്രയും ശ്രദ്ധിച്ച് ഒക്കെ പഠിച്ച് അതിൻ്റെ അക്ഷരം തെറ്റാതെ കണ്ട് അക്ഷരം അത് അവിടെ കേട്ട് കഴിഞ്ഞാൽ കേട്ടിരിക്കണവരെ കണ്ണ് നിറഞ്ഞൊഴുകണ രീതിയിൽ വായിക്കാനായിട്ട് സാധിക്കും.
അത്രയും ഭക്തി നമുക്ക് അനുഭവപ്പെടുത്തി തരുന്ന രീതിയിൽ അങ്ങനെ വായിക്കുന്നവരോട് ചോദിച്ചു നോക്കാം. നമുക്ക് ചോദിച്ചു നോക്കല്ല, ഞാനൊരാളോട് ചോദിച്ചു നോക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇതിങ്ങനെ വായിക്കണതിൻ്റെ കൂടെ അതിൻ്റെ അർത്ഥം കൂടി പറഞ്ഞുകൂടെ, എന്തൊരു മനോഹരമാണ് വായിക്കണേന്ന്. അപ്പോൾ പറഞ്ഞു, വായിക്കണതിൻ്റെ അർത്ഥമൊന്നും എനിക്കറിയില്ല എന്നാണ് പറയുന്നത്. അർത്ഥം അറിയില്ല, വായിക്കാനേ അറിയുള്ളൂ, അതിൻ്റെ അർത്ഥമൊന്നും അറിയില്ല. പിന്നെ ഏത് ഭാഗമാണ് ഇപ്പോൾ വായിക്കണേന്ന് ചോദിച്ചാൽ അതൊന്നും അറിയില്ല. അത് പക്ഷേ അവർ എന്നും നിത്യവും ഭാഗവതം വായിക്കണവരാ. പക്ഷേ ആ ഭാഗവതത്തിൻ്റെ ശ്ലോകങ്ങളൊക്കെ കേട്ടാൽ ഇത് ഏത് ഭാഗത്തെ ശ്ലോകങ്ങളാണ്, എന്താണ് അതിൻ്റെ അർത്ഥം, അതൊന്നും അറിയില്ല. പക്ഷെ കേൾക്കുന്നവരുടെ ഉള്ളിൽ അമൃത് പൊഴിക്കുന്ന പോലെയാണ് പാരായണം. അപ്പം അതൊക്കെ ആ അറിവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ആ പരമമായിട്ടുള്ള ഭക്തി ഭഗവാനോട് വേണം. ഇത്രയും മനോഹരമായിട്ട് ഭഗവാൻ പാരായണം ചെയ്യാനുള്ള ആ കഴിവും എല്ലാം ഭഗവാൻ അനുവദിച്ചു തന്നു. അങ്ങനെയുള്ള ഭഗവാന്റെ കഥകളാണ്, ആ ഭഗവാന്റെ പ്രത്യക്ഷ രൂപമാണ് ഭാഗവതം. അപ്പം അതിലെ ഓരോ വാക്കുകളും ഭഗവാനാണ്. അപ്പോൾ ആ വാക്കുകളെ അനുഭവിക്കാൻ, അത് എന്താണെന്ന് അറിഞ്ഞാലല്ലേ അനുഭവിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ബോധമുണ്ടായെങ്കിൽ നമുക്ക് അത് ശരിക്കും ആസ്വദിക്കാൻ പറ്റും. ശരിക്കും പറയുകയാണെങ്കിൽ നാരായണീയം വായിക്കൂ, ഭാഗവതം വായിക്കൂ എന്നൊക്കെ എന്നോട് ഒരുപാട് പേര് ശരിയാണ്, അവർ ഉപദേശിച്ചിട്ടുണ്ട്. എൻ്റെ ഉള്ളിൽ എൻ്റെ ഒരു തടസ്സമായിട്ട് നിൽക്കണത്, അതായത് നമ്മളെത്രയൊക്കെ പറഞ്ഞാലും ആ ഒരു അഹംബോധം കുറച്ച് ബാക്കി നിൽക്കുന്നുണ്ട്. ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഞാൻ അത് ചെയ്താൽ ശരിയാവില്ല, അപ്പോൾ ഇത് ചെയ്യണതൊക്കെ ഞാനാണെന്നുള്ളൊരു ബോധം അതിൻ്റെ ഉള്ളിലുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും നല്ലതായിട്ട് വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഗുരുവായൂരപ്പനാണ്, നല്ലതല്ലാത്തതൊക്കെ നമ്മുടെയാണ് എന്ന് പറയാം. അപ്പോൾ ഗുരുവായൂരപ്പനും നമ്മളും വേറെയാണ്. ശരിക്കും ഇതൊക്കെ ഒന്ന് തന്നെയാണ്, പക്ഷെ ആ ഒരു രണ്ട് എന്നുള്ള ഭാവം നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇത് വേണ്ടതുപോലെ പാരായണം ചെയ്യാനായിട്ട് സാധിക്കണില്ല. നാരായണീയൊക്കെ വായിക്കുമ്പോൾ ആ ഭക്തിഭാവത്തിൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആ ചേച്ചി വായിക്കണ പോലെ അത്ര നന്നായിട്ടൊന്നും വായിക്കാൻ അറിയണില്ല. എത്രയോ മഹാത്മാക്കൾ അങ്ങനെ പാരായണം ചെയ്യണു. അപ്പോൾ അത് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു കൃതിയെ എന്തിനാണ് ഇങ്ങനെ എന്നുള്ള ഭാവത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ രാമായണം വായിക്കാനും മടി കാണിച്ചിരുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ അത് മലയാളമാണ്, കുറച്ചും കൂടിയും അതിൻ്റെ ഭംഗിയൊന്നും ഇല്ലെങ്കിലും കുറച്ചും കൂടിയും എനിക്കെന്തോ വായിക്കാൻ ഇഷ്ടമാണ്. ഇത് വായിക്കുമ്പോൾ അത് പദം പിരിക്കുമ്പോൾ തെറ്റിയാൽ, അർത്ഥവ്യത്യാസം വന്നാൽ അതൊക്കെ ആ ഭഗവാന്റെ ആ സ്വരൂപത്തിനെ വികൃതമാക്കണ പോലെ എന്നൊക്കെ മനസ്സിലൊരു തോന്നലുണ്ടായിട്ടാണ് പാരായണം ചെയ്യാതിരിക്കണത് തന്നെ. പക്ഷെ ഭഗവാൻ ആ നിയോഗം തരണു, വായിച്ചോളൂ എന്ന്. അങ്ങനെ അതിങ്ങനെ പക്ഷേ കേൾക്കുമ്പോൾ ആ ഭാവം ഉള്ളിൽ വരുന്നുണ്ട് എന്നുള്ളത് ഭഗവാന്റെ കാരുണ്യം. മറ്റുള്ളവർ വായിക്കണ സമയത്ത് അതിങ്ങനെ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ ആ സാന്ദ്ര ആനന്ദം എന്ന് പറഞ്ഞാൽ തണുത്ത ആ കാരുണ്യം കൊണ്ട് കട്ട പിടിച്ച ആ ആനന്ദമാണ് ഭഗവാൻ. ആ ആനന്ദത്തിന് കാലം ദേശം ഒന്നുമില്ല, എപ്പോഴും അത് ഒരേപോലെ തന്നെയായിരിക്കും. ഏതേത് യുഗങ്ങളായിക്കോട്ടെ, ആ യുഗങ്ങളിലൊക്കെ ഈ ഭഗവാൻ കാലദേശം ഒന്നുമില്ലാണ്ട് ഒരേപോലെ ആയിരിക്കും. പരമാനന്ദം എല്ലാ ദിക്കിലും എപ്പോഴും ഒരുപോലെയാണ് അനുഭവിക്കാൻ പറ്റുക. എല്ലാവരിലും ഒരുപോലെയാണ്, എല്ലാവരിലും ഒരുപോലെയാണ്. പക്ഷേ എല്ലാവരുടെയും അനുഭവം വെവ്വേറെയാണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ആ കർമ്മ പ്രാരാബ്ധങ്ങളെ കൊണ്ടും ഓരോരുത്തരുടെ ഓരോ ജീവൻ്റെയും ഗതിക്കനുസരിച്ചിട്ടാണ് അത് അനുഭവമാവണത്. അപ്പം ഒട്ടും മായയിൽ നിന്ന് മുക്തമായതായിട്ടുള്ള ആ നിത്യമായ മുക്തിയെ നൽകണമെന്ന് പറയണം. ഇതൊക്കെ മുക്തി നൽകാൻ ഇപ്പം നമുക്ക് അറിവില്ലെങ്കിലും ഇതിങ്ങനെ പാരായണം ചെയ്താൽ അത് പാരായണം ചെയ്ത ആ ഒരു മഹത്വം കൊണ്ട് നമുക്ക് മുക്തി ലഭിക്കും എന്നുള്ള സംശയമില്ല, തീർച്ചയാണെന്നാണ് പറയണത്. മഹാത്മാക്കളുടെ വാക്കുകൾ സത്യം തന്നെയാവും, മുക്തി ലഭിക്കും ആ പാരായണം കൊണ്ട്. പക്ഷേ ഭക്തി ഉണ്ടാവില്ല, മുക്തി ഉണ്ടാവുള്ളൂ. മഹാത്മാക്കൾ എന്താ പറയണേ, എനിക്ക് ഒന്നും വേണ്ട അല്ലേ? നമ്മൾ വൃത്രാസുരൻ്റെ കഥയൊക്കെ കേൾക്കുമ്പോൾ അല്ലേ, ഭാഗവതത്തിൽ അത് കേട്ടിട്ടില്ലേ? അഹം ഹരേ തവ പാദൈകമൂല ദാസാനുദാസോ ഭവിദാസ്മി ഭൂയാത്
മനസ്മരേദസുപതേ. അസുപതേൻ്റെ ഹൃദയനാഥ, പ്രാണനാഥ എന്ന് വിളിക്കണു. എനിക്ക് നാഗപൃഷ്ടം ന ച പാരമേഷ്ട്യം ന സാർവഭൗമം ന രസാധിപത്യം. എനിക്ക് ഒന്നും വേണ്ട, യാതൊന്നും വേണ്ട. എന്താ വേണ്ടേ? അവിടുത്തെ പാദത്തിൽ ഭക്തി ഉണ്ടായാൽ മതി. ഭക്തി തന്ന് അനുഗ്രഹിക്കുമെന്ന്. ഭഗവാനും എങ്ങനെയാണെന്നറിയോ? ഈ പറഞ്ഞോണം തന്നെയാണ് ഭഗവാൻ. നമുക്ക് മുക്തി വേണോ? തരാൻ തയ്യാറാണ്. ആ മുക്തിയെ നമുക്ക് തരാൻ ഭഗവാൻ തയ്യാറാണ്. അല്ല, നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഓരോന്നും ഇപ്പോൾ വൃത്രാസുരൻ എന്ന് പറഞ്ഞാൽ, അസുരൻ എന്നൊന്നും അദ്ദേഹത്തിനെ വിളിക്കാൻ പാടില്ല, മഹാത്മാവ് എന്ന് തന്നെ വിളിക്കണം. നമ്മളുടെ ഉള്ളിലാണ് ആസുരികത, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഭഗവാനാണ്. എനിക്ക് വലിയ പരമപുരുഷന്മാരുടെ ഗതി വേണ്ട, മുക്തി വേണ്ട, സ്വർഗം വേണ്ട, രസാധിപത്യം എന്നുണ്ടല്ലേ, അങ്ങനെ ഓരോരോ ഇതും പറയുന്നുണ്ട്. അതൊന്നും വേണ്ട. ഭഗവാനാണെങ്കിൽ നമ്മളോട് ഇതൊക്കെ തരാം. വേണ്ടാന്ന് നമ്മൾ പറഞ്ഞാൽ വേണോ എന്ന് ചോദിച്ച് തരാൻ നിൽക്കും. നമ്മൾ 2 നാമം ജപിച്ചാൽ മതി, ഇതൊക്കെ തരാൻ തയ്യാറാവും. അതേസമയം ഭഗവാനെ ഇതൊന്നും വേണ്ട. ഭഗവാനെ ഭക്തി എന്ന് പറഞ്ഞാൽ ഭഗവാൻ കേൾക്കാത്ത ഭാവത്തിൽ ഇങ്ങനെ കണ്ടിട്ടില്ലേ? ഇപ്പോൾ കുട്ടികൾ ചില കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ, ഇപ്പോൾ ചോക്ലേറ്റ് ചോദിക്കുന്ന കുട്ടിക്ക് ആ ചോക്ലേറ്റ് കഴിച്ചാൽ അച്ഛൻ ചോക്ലേറ്റ് മേടിച്ച് തരുമോ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ അപ്പോഴാണ് ഇങ്ങനെ നോക്കുക, ഇങ്ങനെയൊക്കെ നോക്കിയിരിക്കുക. അതുപോലെ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ചെന്നാൽ ഗുരുവായൂരപ്പൻ സന്തോഷത്തോടു കൂടി സ്വീകരിച്ച് നമ്മളെ കൊണ്ടുപോകും. ഭക്തി എന്ന് ഭാ എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി. ഭഗവാനെ എന്ന് വിളിക്കാനായാലും ഭാ എന്ന് പറഞ്ഞാൽ ഭഗവാൻ സംശയത്തോടു കൂടിയിട്ടാണ് പിന്നെ നമ്മളെ നോക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഭക്തി വേണമെങ്കിൽ അത്രയ്ക്കും പരിശുദ്ധമായിട്ട് തീരണം, അത്രയ്ക്കും ആ ശുദ്ധി ഉണ്ടാവണം. അല്ലെങ്കിൽ ആ ഭക്തി പോലും കളങ്കപ്പെട്ട് പോകുന്നുള്ളതാണ്. അതാണ് ഭഗവാൻ അത് അത്രയും ഉത്തമമായതാണ് പരമമായ ഭക്തി. പക്ഷെ ഏത് നിലയ്ക്കുള്ള ഭക്തി ആയാലും ശരി, ആ ഭക്തിയിലൂടെ പോയി കഴിഞ്ഞാൽ ആ ഭഗവാനെ അല്പമെങ്കിലും നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. കാരണം ഗുരുവായൂരപ്പനോട് നമുക്കിത് ചെന്ന് ചോദിക്കാനും ആ ഗുരുവായൂരപ്പൻ്റെ ആ മുഖഭാവമൊക്കെ നമ്മുടെ ഉള്ളിൽ തോന്നുന്നുണ്ടല്ലോ, അത് തന്നെ ഭഗവാന്റെ കാരുണ്യാണ്. അത് നമ്മുടെ ഉള്ളിൽ ആ ഭഗവാനോട് പരമപ്രേമം ഉള്ളത് കൊണ്ടാണ്. അത്രയും ആണ്. അപ്പോൾ സുധാമാവിൻ്റെ കഥയൊക്കെ പറയുമ്പോൾ എന്താ പറയുക? ആ സുധാമാവിന് കൃഷ്ണസ്യാസി സഖാ കശ്ചിത്, അല്ലേ? ബ്രാഹ്മണോ ബ്രഹ്മവിത്തമ. ആ ബ്രാഹ്മണൻ എങ്ങനെയുള്ളത്? ആ ബ്രഹ്മവിത്ത്, ആ ബ്രഹ്മത്തിനോട് ഭഗവാനും ഭക്തനും 2 അല്ല 1 എന്നുള്ളതിൻ്റെ പ്രതീകം തന്നെയാണ് സുധാമാവ്, അല്ലേ? അങ്ങനെയല്ല ആ ബ്രാഹ്മണൻ, അല്ലേ? വിരക്ത ഇന്ദ്രിയാർത്ഥേഷു പ്രശാന്താത്മാ ജിതേന്ദ്രിയ. ആ വിരക്തമായ ഇന്ദ്രിയ സുഖങ്ങളിലൊക്കെ വിരക്തി വന്നു, ശാന്തമായിട്ടിരിക്കണത്, ഇന്ദ്രിയങ്ങളെ ജയിച്ചത്. അങ്ങനെ പല വിധത്തിലുണ്ടല്ലോ. വിരക്തി വന്നതുകൊണ്ട് മാത്രം ജയം ഉണ്ടായിന്ന് വരില്ല. ചിലപ്പോൾ വിരക്തി വന്നതുകൊണ്ട് ജയിക്കാൻ നമ്മുടെ പൂർവകൃതമായിട്ടുള്ള വാസനകളുണ്ടെങ്കിൽ പലതും ജയിക്കാൻ പറ്റിയെന്ന് വരില്ല, അല്ലേ? നമ്മൾ അതുപോലെ ഓരോന്നും ഭാഗവതത്തിലൊരു ഉദാഹരണമുള്ള കഥകളാണ്, അല്ലേ? സൗഭരി മഹർഷിയുടെ കഥ പറയും പോലെ അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ച് ഇനി ഇതൊന്നും തന്നെ ബാധിക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ് വെള്ളത്തിൻ്റെ അടിയിൽ പോയി തപസ് ചെയ്തത്. അവിടെ ആ തപസ്സിൽ നിന്ന് ഉണർന്ന സമയത്ത് മത്സ്യങ്ങളുടെ മൈഥുനം കണ്ടപ്പോൾ അദ്ദേഹത്തിന് വിവാഹം കഴിക്കണം എന്ന് തോന്നി. അദ്ദേഹത്തിൻ്റെ കർമ്മപ്രാരാബ്ധങ്ങൾ പിടിച്ച് വലിക്കുകയാണ്. അതുകൊണ്ടാണ്, അല്ലേ? എല്ലാം ഉപേക്ഷിച്ച് മഹാത്മാവായിട്ട് ഭരത മഹാരാജാവ് പോയി ഒരു മാനിൻ്റെ കുഞ്ഞിൻ്റെ അപ്പം ആ കർമ്മപ്രാരാബ്ധം അനുഭവിക്കാനായിട്ട് വച്ചിട്ടുണ്ട്. അതും കൂടി അനുഭവിച്ചു കഴിഞ്ഞാലേ പരിശുദ്ധമായിട്ട് തീരുള്ളൂ എന്നുള്ളത് കൊണ്ട് ഭഗവാൻ തന്ന അനുഗ്രഹമാണ് ഇതെല്ലാം. അപ്പോൾ എങ്കിലും അദ്ദേഹം ഭഗവാന്റെ തപസ്സും നാമജപമൊക്കെ ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അനുഭവമായിട്ട് തീർന്നു. നമ്മളെ കുറേ പടിപടിയായിട്ട് ഉയർത്തുകയാണ്. അപ്പോൾ ഇതൊക്കെ പാരായണം ചെയ്യണു, പഠിക്കണു എന്നുള്ളത് കൊണ്ട് നമുക്ക് അതുകൊണ്ട് ദോഷമൊന്നുമില്ല. എല്ലാം നല്ലതാണ്. പക്ഷേ അതിൻ്റെ കൂടെ ആ പരമമായ ഒരു പ്രേമം, ഭഗവാൻ ഇതിനെ എന്നെ അനുവദിച്ചുല്ലോ,
അങ്ങനെയുള്ള ഭഗവാന്റെ കഥ മനസ്സിലാക്കണം. നമ്മളുടേതായ അവനവനിൽ രമിക്കാണ്ട് ആ ജീവൻ്റെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ അവനവനിൽ രമിച്ചാൽ മതി. അവനവൻ എന്ന് വെച്ചാൽ ആരാ? ഭഗവാൻ തന്നെയാണ്. പക്ഷെ നമ്മുടെ ഈ ശരീരമാണ് ഞാൻ, ഈ പറയുന്നത് ഞാനാണ്, എൻ്റെ ശബ്ദം, മനോഹരമായ ശബ്ദം എൻ്റെയാണ്, അതൊക്കെ ഭഗവാന്റെ ശബ്ദമാണ്. പക്ഷെ അതൊന്നും തിരിച്ചറിയാണ്ട് അതിൽ മായയിൽ പെട്ടു പോവുകയാണ് നമ്മൾ. ഇപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഒന്നും പറയാനില്ല. ഇന്ന് എന്നോട് പലരും ചോദിച്ചു എന്താ സത്സംഗത്തിന് വരാത്ത. എനിക്ക് അറിയണില്ല, എനിക്കിവിടെ ഇരുന്ന് നാരായണി ഇങ്ങനെ വായിക്കാനാണ് തോന്നണേ. അപ്പം ചോദിച്ച സ്ഥിതിക്ക് വരാം എന്ന് കരുതിയിട്ട് വന്ന് കുറച്ച് നാമം ജപിച്ചിട്ട് പോവാമെന്ന് കരുതിയിട്ടാണ് വന്നത്. പക്ഷേ ഭഗവാൻ ഉള്ളിൽ തയ്യാറായിട്ടിരിക്കുകയാണ്. കാരണം കേൾക്കാൻ തയ്യാറായിരിക്കുകയാണ്. അവരോട് പറയാൻ ഭഗവാൻ ഒരുപാട് ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ഒരാളിരുന്നാൽ മതി. ആ ഒരാൾക്ക് വേണ്ടി ഭഗവാൻ ഒരുപാട് പറയും. അപ്പോൾ ഈ ഇരുന്ന് പറയണതൊക്കെ ആരാ? ശ്രീ ഗുരുവായൂരപ്പൻ തന്നെയാണ്. അതാണ് ആ ഗുരുവായൂരപ്പൻ്റെ മഹത്വം എന്ന് പറയണത്. അപ്പം അങ്ങനെയുള്ള ആ ഭഗവാൻ, ആ ഗുരുവായൂരപ്പൻ്റെ പ്രത്യക്ഷ കൃഷ്ണനായിട്ട് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ആ ഭഗവാന്റെ ആ ഭക്തജനങ്ങളുടെ മഹാഭാഗ്യം തന്നെയല്ലേ നാരായണീയത്തിൽ പറയണേ. അപ്പം അത് ഒരു അഹോഭാഗ്യം അല്ലേ? എത്ര ഭാഗ്യമാണ്! ഓരോരുത്തരുടെയും ഭാഗ്യം തന്നെയാണ് ആ ഗുരുവായൂരപ്പൻ. അപ്പം ആ ഗുരുവായൂരിക്കണ അതേ ഗുരുവായൂരപ്പനെ നമ്മളുടെ ഉള്ളിലും അല്ലെ, ഗുരുവായൂപുരം, ഏതാ? ഗുരുവായൂപുരം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് അല്ലേ? ഗുരുമന്ദിരപുരം, വായുപുരേശൻ എന്ന് വെച്ചാൽ എന്താ? വായു അല്ലേ? നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ശ്വാസനിശ്വാസങ്ങൾ നിന്ന് കഴിഞ്ഞാൽ എന്തായി? പിന്നെ നമ്മളില്ലാതെ ഈ ശരീരം അവിടെ വിട്ടുപോയി. അപ്പോൾ ആ വായു എവിടെയാണ്? വാതാലയേശൻ എവിടെയാണ് താമസിക്കുന്നത്? നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ ഉള്ളിലിരിക്കുന്ന ആ ഭഗവാനെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോന്നും. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ അടുത്തേക്ക് ഭഗവാൻ എത്തിച്ചു തരണമെങ്കിൽ നമ്മളെ ഉദ്ധരിക്കാൻ ഭഗവാന്റെ കാരുണ്യമാണ്. അപ്പോൾ അത് കൈതട്ടി മാറ്റാൻ പാടില്ല. നമുക്കതിനുള്ള എല്ലാ സാഹചര്യങ്ങളും തന്നു കഴിഞ്ഞാൽ നമ്മളതിനെ കൈതട്ടി മാറ്റുമ്പോൾ ആരാ സങ്കടപ്പെടുക? ഭഗവാൻ തന്നെയാണ് അല്ലേ? ഭഗവാൻ നമ്മളെ ചേർത്ത് പിടിക്കുമ്പോൾ, നമ്മൾ ഭഗവാനിൽ അച്ഛനും അമ്മയും ഇഷ്ടത്തോടു കൂടിയിട്ട് കുട്ടികളെ ചേർത്ത് പിടിക്കുമ്പോൾ കുട്ടികൾ വേണ്ട എന്ന് പറഞ്ഞ് തട്ടി മാറ്റി പോകുമ്പോൾ അവർക്ക് തോന്നണു അച്ഛനമ്മയെക്കാളും പ്രിയപ്പെട്ട പലതും ഞാൻ കണ്ടാലേ. ആ 10 മാസം ചുമന്ന എന്ന് പറഞ്ഞാൽ അത് പ്രാരാബ്ധമായിട്ടല്ല പറയണേ, എന്നാലും അതിൻ്റേതായ പല വിധത്തിലുള്ള ആ ശാരീരികമായിട്ടുള്ള പ്രാരാബ്ധ വിഷമങ്ങളുണ്ട്. പക്ഷെ അതൊന്നും ആ ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം വിഷമല്ല. ആ അമ്മയെ വേണ്ടതുപോലെ പരിചരിക്കണ ആ അച്ഛനും അതെ ഒരുപാട് പ്രാരാബ്ധങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അവർക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നണേ ഇല്ല. അവർക്കതൊക്കെ സന്തോഷമാണ്. രാത്രി കിടക്കാൻ ബുദ്ധിമുട്ടായിട്ട് എണീറ്റിരിക്കുമ്പോൾ ഭാര്യയാണ് എണീറ്റിരിക്കുമ്പോൾ ഭർത്താവ് എനിക്ക് എന്താ പറ്റിയ, വേദനയുണ്ടോ, വെള്ളം തിളപ്പിച്ച് തരണോ എന്ന് ചോദിച്ച് നമ്മുടെ കൂടെ അവരും നമ്മൾ അനുഭവിക്കുന്നവർക്ക് അനുഭവിക്കുമ്പോൾ ആ അനുഭവം എങ്ങനെയാണെന്ന് അറിയാം. പക്ഷേ പറയണ ഒരാൾക്ക് അവർക്കാണ് കൂടുതൽ മാനസികമായിട്ടുള്ള സംഘർഷം ഉണ്ടാവുക. പക്ഷേ എത്രയൊക്കെ സംഘർഷം ഉണ്ടെങ്കിലും ആ കുഞ്ഞിന് വേണ്ടിയിട്ട് എന്നുള്ള ഒരു ഭാവം നമ്മുടെ ഉള്ളിലുണ്ടാവുകൊണ്ട് അതൊന്നും നമുക്ക് വിഷമമായിട്ട് തോന്നില്ല. അങ്ങനെ ആ ഒരു കുഞ്ഞിനെ വളർത്തി ഓരോ നിമിഷവും അല്ലേ. കഴിഞ്ഞ ദിവസം ഈ നാരായണീയം കേൾക്കണേൻ്റെ ഇടയ്ക്ക് ധാരാളം പ്രഭാഷണങ്ങൾ ഇപ്പോൾ കേൾക്കുന്നുണ്ട് കേട്ടോ, അതും ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം കേട്ടതാണ്. അതായത് ഒരു കുഞ്ഞും ഇത്തവണ ഇപ്പോൾ സന്തോഷത്തോടു കൂടിയിട്ട്, അതായത് സൽപുത്രരായിട്ട് കുഞ്ഞുങ്ങളൊന്നും ജനിക്കണില്ല ഇപ്പോൾ എന്നാണ് പറയണത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യമേ തൊട്ട് ടെൻഷൻ തുടങ്ങുകയാണ്. ഒരു കല്യാണം ആലോചിക്കുന്ന സമയം തൊട്ടിട്ട് ടെൻഷൻ തുടങ്ങുകയാണ്. അങ്ങനെയാകുമ്പോൾ കാരണം കഥകൾ കേൾക്കണത്, അനുഭവങ്ങൾ പലരുടെയും അങ്ങനെയാണല്ലോ. നമുക്കെന്താണെന്നറിയോ, ആ ഭഗവാനിൽ ഉറപ്പില്ല. അതുകൊണ്ടാണ് നമ്മളെല്ലാം അവിടെ സമർപ്പിക്കണില്ല. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഒരു പരിഭ്രമം ഉണ്ടാവുന്നത്. കാര്യം നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് പോകണു, വഴിപാടുകൾ ധാരാളം നടത്തും നന്നാവാൻ വേണ്ടിയിട്ടൊക്കെ. എന്നിട്ടും നമുക്ക് സംശയം, വഴിപാട് നടത്തിയിട്ടൊക്കെ അത് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ, എന്താ വരികയാവോ എന്നുള്ളൊരു സംശയമാണ്. ഈശ്വരനിൽ നമുക്ക് ആ ഒരു ശക്തിയിൽ നമുക്ക് ഉറപ്പൊന്നുമില്ല. അപ്പോൾ ആ കല്യാണത്തിൻ്റെ സമയത്ത് തന്നെ
സംശയമാണ്. പല വിധത്തിലുള്ള സംശയങ്ങൾ. വീട്ടുകാർ നല്ലതാവുമോ, പെൺകുട്ടികളുടെ അച്ഛനമ്മമാർക്കാണെങ്കിൽ കൂടുതൽ. അല്ലെ, എല്ലാം അതെ, ആൺകുട്ടികളുടെ ആയാലും ശരി, വരുന്ന പെൺകുട്ടി നല്ലതാവോ, കുടുംബത്തിൽ ഛിദ്രം ഉണ്ടാക്കുമോ, അവർ നല്ലതുപോലെ ആവോ എന്നൊക്കെ ഈ അച്ഛനമ്മമാർക്കും പോലും ആദ്യമാണ്. അപ്പോൾ പിന്നെ കല്യാണം കഴിക്കുന്ന കുട്ടികളുടെ കാര്യം പറയണം. അവരിതിങ്ങനെ ഇവർ കേൾക്കലെ പറയുകയും ചെയ്യും. അപ്പോൾ ഇവർക്കും ആദ്യമാണ്, നല്ലോണം പോലെ ആവോ, നല്ലോണം പോലെ ആവോ എന്ന്. പിന്നെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളും സംശയത്തോടു കൂടി നോക്കുമ്പോൾ അവർ ചെയ്യണ പലതും തെറ്റാണെന്ന് പരസ്പരം തോന്നാൻ തുടങ്ങും. അങ്ങനെയുള്ള ഒരു മനോഭാവം, അങ്ങനെയുള്ള ഒരു മനോഭാവത്തിലൂടെയൊക്കെയാണ് ആ മനസ്സ് സംഘർഷമായിരിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് പിന്നെ ഒരു കുഞ്ഞിനെ വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അത് ഇപ്പോൾ ധാരാളം പേർക്ക് കുട്ടികളില്ല എന്ന് കേട്ടു. കുട്ടികൾ ഉണ്ടാവുകയാവോ, ഉണ്ടാവില്ലാവോ, എങ്ങനെയാണാവോ അത് ശരിയാ, ഇതൊക്കെ ചിന്തിച്ച് എല്ലാം നെഗറ്റീവായിട്ട് ചിന്തിച്ചാണ് ഒരു കുഞ്ഞുണ്ടാവുന്നത്. ആ കുഞ്ഞുണ്ടായി ഗർഭപാത്രത്തിൽ വന്നു 2 മാസം 3 മാസം എന്ന് പറയുമ്പോൾ സന്തോഷത്തോടു കൂടിയിട്ട് ആ കുഞ്ഞിനെ സ്വീകരിച്ച്, പണ്ട് കാലത്തൊന്നും എനിക്ക് തോന്നണേ എൻ്റെ ഒരു പ്രായത്തിൽ അന്തല്ലാത്തതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു വേവലാതിയൊന്നും ഒരു കാര്യത്തിലും ഉണ്ടായിട്ടില്ല. കല്യാണം കഴിഞ്ഞ് ചെന്നാൽ അവിടെ ശരിയാവുമോ അവരെന്നെ, അങ്ങനെ ഒരു വേവലാതി ഉണ്ടായിട്ടില്ല. അത് അങ്ങനെ ഉള്ള ചിന്താഗതികളൊന്നും മനസ്സിലുണ്ടായിട്ടില്ല. കാരണം നമ്മളെ ഒന്നും അങ്ങനെ വേണ്ടാത്ത ചിന്താഗതികളൊന്നും അച്ഛനും അമ്മയൊക്കെ പറയണത് എന്താണോ നമുക്ക് വന്നത് അതൊക്കെ ഈശ്വരേച്ഛയാണ്. എവിടെയാണോ അവരൊക്കെ ഇനിയിപ്പോൾ നമ്മൾ 2 കുടുംബമല്ല, ഒരു കുടുംബമാണ്. അപ്പോൾ നമുക്ക് അവരുടെ സന്തോഷം കൂടി നമ്മുടെ സന്തോഷമാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെ ഒരു ഗൃഹത്തിലേക്ക് പറഞ്ഞേക്കുക. ഇന്നേ കാലത്ത് അങ്ങനെയല്ല, അവിടെ ശരിയായില്ല ചെങ്ങോട്ട് പോന്നോളൂ, അങ്ങനെ വെറുതെ കളയാനൊന്നും ഞങ്ങൾക്ക് കുട്ടികളില്ല എന്നൊക്കെയുള്ള ഭാവത്തിലൊക്കെയാണ് പറഞ്ഞു കൊടുക്കണത്. അപ്പോൾ അങ്ങനെ ഓരോന്നും ആദ്യമാണ്. അങ്ങനെ ചകഞ്ഞ് നോക്കിയിട്ടാണ് ഒരു വിവാഹം കഴിക്കുക. ജാതകത്തിൻ്റെ പേര്, ജോലിയുടെ പേര്, അന്തസ്സിൻ്റെ പേര്, വീട് വലുതാണോ ചെറുതാണോ എന്തെല്ലാം നോക്കിയിട്ടാണ് ഒരു വിവാഹം കഴിക്കുന്നത്. പക്ഷേ ഈ വന്നു ചേരുന്നതൊക്കെ നമുക്ക് തോന്നുന്നുണ്ടോ നമ്മൾ തിരഞ്ഞെടുത്തതാണെന്ന്? നമ്മൾ തിരഞ്ഞെടുത്തതൊന്നുമല്ല. നമുക്ക് ഏതാണോ അനുഭവയോഗം അതാണ് നമ്മൾ തിരഞ്ഞെടുക്കണേ. അപ്പം നമുക്ക് തോന്നുന്നു നമ്മളിത് തിരഞ്ഞെടുത്തു. നമ്മളൊന്നുമല്ല തിരഞ്ഞെടുക്കണേ. ഇതൊക്കെ പൂർവജന്മകൃതമായ കർമ്മപ്രാരാബ്ധങ്ങൾക്കനുസരിച്ച് ആദ്യമേ തന്നെയുള്ള നിയോഗമാണ്. നമ്മളെത്ര വേണ്ടാന്ന് വെച്ചാൽ അതില്ലാണ്ടാവില്ല. വേണം എന്നുള്ളത് ആഗ്രഹിച്ചാൽ നമുക്ക് അനുഭവയോഗം ഇല്ലെങ്കിൽ ലഭിക്കില്ല, ഉറപ്പാണ്. അപ്പോൾ ഇതാണ് എനിക്ക് അനുയോജ്യമായത്. അതിനെ ഞാൻ സന്തോഷത്തോടു കൂടി സ്വീകരിച്ച് എന്തു വന്നാലും ഈശ്വരേച്ഛ പോലെ വരട്ടെ ഞാൻ പറഞ്ഞ് നമ്മൾ സന്തോഷത്തോടു കൂടി സ്വീകരിക്കാനുള്ളൊരു മനസ്സ്, അതാണ് നമ്മൾക്ക് ഉണ്ടാവേണ്ടത്. അങ്ങനെ ഒരു ഭാവമൊന്നും നമുക്ക് ഉണ്ടാവണില്ല. ആ കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ആദ്യം തോന്നുന്ന ഇതിനെന്തെങ്കിലും പറ്റുമോ, അത് 10 മാസം ചുമന്ന് പ്രസവിക്കാവോ എന്നുള്ള ടെൻഷന്. പ്രസവിച്ച് കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും രോഗങ്ങൾ വരുമോ, അല്ലെ സന്തോഷത്തോട് കൂടിയിട്ടാണോ ഒരു അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യം, ഒരു കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമാണോ സങ്കടമാണോ? അപ്പോൾ തുടങ്ങും ആദി ഇനി ഇതിന് വല്ല വയ്യായ ഉണ്ടാവുമോ, എന്ത് ഇതാണ് ഉണ്ടാവുക, അസുഖങ്ങൾ ഉണ്ടാവുമോ. അത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് തുടങ്ങി ഇതിനെ ഇപ്പൊക്കെ 3 മാസം ആകുമ്പോഴേക്കും തൊട്ടിട്ട് പഠിപ്പിച്ച് തുടങ്ങണത്രേ. ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കണം എന്നാണ് പറയണത്. അപ്പോഴാണെന്ന് കൂടുതൽ പഠിപ്പിക്കേണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കാലം പോയ പോക്കെ 90 കഴിഞ്ഞാൽ ബുദ്ധിയിലേക്ക് പഠിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ആ സമയം തൊട്ടേ ഇവരെ പ്രാപ്തരാക്കണം എന്നാണ് പറയണത്. അറിയില്ല, നമ്മൾ ചിരിക്കണമെന്നില്ല കേട്ടോ. കാരണം നമുക്കറിവില്ലായ്മ അങ്ങനെ വേണോ വേണ്ടതെന്നൊന്നും നിശ്ചയമില്ല. നമ്മളങ്ങനെ ചെയ്യാത്തത് കൊണ്ട് നമുക്കറിയില്ലാത്തതൊക്കെ തെറ്റാന്നൊന്നും പറയാൻ പറ്റില്ല. ഏതാ ശരി ഏതാ തെറ്റെന്ന് ഭഗവാന് മാത്രമേ അറിയുള്ളൂ. അപ്പം അങ്ങനെയുള്ള ചിന്തയാണ്. അപ്പം ആ ചിന്തയിലൂടെ പോയി ഓരോ നിമിഷം ടെൻഷനാണ്. അങ്ങനെയാണ് ഒരു ജീവൻ വളർന്നു വരുന്നത് ഇന്നത്തെ കാലത്ത്. അപ്പോൾ എപ്പോഴും നെഗറ്റീവായിട്ട് ചിന്തിച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് പോസിറ്റീവായിട്ടുള്ളൊരു ചിന്താഗതിയോട് കൂടിയിട്ടൊരു ജീവൻ പുറത്തേക്ക് വരും. അങ്ങനെ ഒരു കുഞ്ഞിൻ്റെ അപ്പോൾ അവൻ്റെ ചിന്താഗതികളും ഇങ്ങനെയൊക്കെ തന്നെ ആവില്ല. അത് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പം ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഭഗവാനും നമ്മുടെ ഉള്ളിലെ ഏറ്റവും തൊട്ടടുത്ത്, അല്ലേ, എന്നിൽ നിന്ന് എന്നിലേക്കുള്ള ദൂരം കണ്ടം പരന്നു ഞാൻ എന്ന് പറയണ പോലെ നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ ആത്മാവായിട്ട് നമുക്ക് ഏറ്റവും ഹൃദയമിടിപ്പ്
തൊട്ടടുത്തുള്ളത് ആരാ? ആ ഭഗവാനാണ്. ആ ഭഗവാൻ നമ്മളിൽ നിന്ന് എത്രയോ അകലെയാണ് ഇപ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത് അല്ലേ? എത്രയോ അകലെയാണ്. നമ്മൾ സ്നേഹത്തോടു കൂടിയിട്ട് ഇരിക്കുന്ന സമയത്ത് അടുത്തായിട്ട് അനുഭവപ്പെടുന്നത്. സ്നേഹമില്ലാണ്ടുള്ള ഒരു വൈരാഗ്യ സമയത്ത് തൊട്ടടുത്തിരുന്നാലും മനസ്സുകൊണ്ട് എത്ര അകലെയാണ് അവരുണ്ടാവുക അല്ലേ? അതുപോലെ തന്നെയാണ് ഭഗവാനൊക്കെ നമ്മളിൽ നിന്ന് അകന്നകന്ന് പോണത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഒരു പരമമായ ആ ഒരു പ്രേമമില്ലാത്തത് കൊണ്ടാണ്. ആ ഭഗവാനിൽ ആ പരമമായ പ്രേമമുണ്ടെങ്കിൽ, ആ ഭഗവാനിൽ ഉറപ്പുണ്ടെങ്കിൽ, ജീവിതത്തിൽ എന്തു തന്നെ വന്നാലും ഇതൊക്കെ എൻ്റെ കർമ്മപ്രാരാബ്ധമാണ് എന്ന് വിചാരിച്ച് അനുഭവിച്ചുകൊണ്ട് അത് നമുക്ക് എന്താണെന്ന് പറയുക, ഈശ്വരനോട് പ്രാർത്ഥിച്ചാൽ അത് ശരിയാവും, ഇത് ശരിയാവും, അത് നടക്കും, ഇത് നടക്കും എന്നൊക്കെ ഒരു ഉപാധി നമ്മുടെ ജീവിതത്തിന് നന്നാക്കി കൊണ്ട് നടക്കാനുള്ള ഒരു ഉപാധി പോലെയാണ് ഈശ്വരനെ. എന്തൊക്കെയോ നേടാനുള്ളൊരു ഉപാധി, ചോദിക്കുന്നതൊക്കെ തരാനായിട്ടിരിക്കുന്ന ഒരാൾ. അവർക്ക് കുറേ വഴിപാട് ചെയ്യുക, കുറേ പഴം കൊടുക്കുക, കുറേ പഞ്ചസാര പായസം കൊടുക്കുക. എന്താ പഞ്ചസാര പായസം? നമ്മളെല്ലാവർക്കും കൊടുക്കണ്ടല്ലേ പഞ്ചസാര പായസം. എന്താ പഞ്ചസാര പായസം? പ്രേമ പഞ്ചാര ചേർത്തു നന്നായി കുറുക്കിയൊരീ നാമമാം പാൽപ്പായസം എന്ന് പാടാറുണ്ട്. പഞ്ചാര എന്ന് നമ്മൾ പറയുള്ളൂ, പഞ്ചസാരയാണ് ശരിക്കും അല്ലേ? പഞ്ചസാര എന്ന് വെച്ചാൽ എന്താ? 5 വിധത്തിൽ അല്ലേ? നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ അഞ്ച് ഇന്ദ്രിയങ്ങളാണ്, പഞ്ചേന്ദ്രിയങ്ങൾ. എല്ലാ ഇന്ദ്രിയങ്ങളെ കൊണ്ടും ആ പരമായിട്ടുള്ള എല്ലാ കണ്ണുകൊണ്ടും എല്ലാം ഭഗവാനിലേക്ക് സമർപ്പിക്കണം. അപ്പോഴാണ് പഞ്ചസാര പായസമാവുള്ളൂ. കണ്ണുകൊണ്ട് ഭഗവാനെ കാണണത് മാത്രം സന്തോഷം, കാതുകൊണ്ട് ഈശ്വര കഥകൾ കേൾക്കണത് സന്തോഷം, മൂക്കുകൊണ്ട് ഭഗവാന്റെ ആ അത്യത്ഭുതമായിട്ടുള്ള ആ തുളസി ഗന്ധം, ആ ചന്ദനഗന്ധം എന്നുള്ളത്. അതുപോലെ ഓരോന്നും അനുഭവിക്കുക അല്ലേ? നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് ഈശ്വരനെ അനുഭവിക്കാൻ പറ്റുക. അതാണ് പഞ്ചസാര പായസം. അങ്ങനെ ആ പഞ്ചസാരയാണ് ഇട്ട് കുറുക്കിയിട്ടാണ് കൊടുക്കേണ്ട പായസം. അല്ലാണ്ട് നമ്മൾ കടയിൽ നിന്ന് മേടിക്കണ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലെ പഞ്ചസാര കൂട്ടണ അതല്ല. ഈ ഒരു പഞ്ചസാര പായസമാണ് ഭഗവാന് കൊടുക്കേണ്ടത്, സമർപ്പിക്കേണ്ടത്. അപ്പം എന്താണോ നമ്മൾ സമർപ്പിക്കേണ്ടത് അതാണ് നമുക്ക് തിരിച്ചല്ലേ ഭഗവാന്. നമ്മൾ ഇപ്പോൾ അമ്പലത്തിൽ ചെന്നു, പഞ്ചസാര പായസം കഴിപ്പിച്ചു, തിരിച്ച് അവരെന്ത് പ്രസാദമായിട്ട് തരും? പഞ്ചസാര പായസം തന്നെ പ്രസാദമായിട്ട് തരും അല്ലേ? പഞ്ചസാര പായസം കഴിപ്പിച്ചാൽ പിന്നെ ത്രിമധുര അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രസാദമോ അതല്ല തരിക. ഏതാണോ നമ്മളവിടെ വഴിപാട് കഴിക്കുന്നത്, ത്രിമധുരം കഴിപ്പിച്ചാൽ ത്രിമധുരം, പഞ്ചസാര പായസം കഴിപ്പിച്ചാൽ പഞ്ചസാര പായസം, ഗണപതി ഹോമത്തിനാണ് കൊടുക്കണമെന്ന് വെച്ചാൽ ഗണപതി ഹോമത്തിൻ്റെ പ്രസാദം അതല്ലേ തരിക. ഭഗവതി സേവയ്ക്കാണ് കൊടുക്കണമെന്ന് വെച്ചാൽ ഭഗവതി സേവയുടെ പ്രസാദം. എന്താണോ സമർപ്പിക്കണേ ആ സമർപ്പിച്ചതിൽ നിന്ന് പ്രസാദമായിട്ട്, അതായത് ഈശ്വരൻ സന്തോഷിച്ചു എന്നുള്ളതിൻ്റെ പ്രതീകമായിട്ട് കുറച്ച് നമുക്ക് തരും. അപ്പം നമ്മളുടെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ ആണ് നമുക്ക് നിയന്ത്രിക്കാനൊക്കെ പ്രയാസമായിട്ടുള്ളത്. അപ്പോൾ എല്ലാ ഇന്ദ്രിയങ്ങളിൽ നിന്നുള്ളത്, അതായത് ഈശ്വര കഥകൾ കേൾക്കാനുള്ള കൊതി ഉണ്ടാവണം. അതുപോലെ ഭഗവാന്റെ നാമം ജപിക്കാനായിട്ട്, നാവുകൊണ്ട് നാമം ജപിക്കാനായിട്ട് സാധിക്കണം. നാവിൽ അനുഭവിക്കുന്നതെല്ലാം നമുക്ക് എവിടെ നിന്ന് കിട്ടണതെല്ലാം ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ടാണ് കിട്ടണത്. അപ്പോൾ അതെല്ലാം പ്രസാദം എന്ന പോലെ, പ്രസാദം എന്നുണ്ടെങ്കിൽ അതിനുണ്ട്. ഇപ്പോൾ അമ്പലത്തിൽ നിന്ന് പ്രസാദം കിട്ടി, പാൽപ്പായസം കിട്ടി, നമ്മൾ വിചാരിച്ചു നല്ല പാൽപ്പായസം, ഗുരുവായൂരപ്പൻ്റെ പാൽപ്പായസം ഒരു 5-6 ഗ്ലാസ് അങ്ങോട്ട് കുടിച്ചു. അങ്ങനെ കഴിക്കാൻ പാടില്ല എന്നാണ് പറയണത്. പായസമൊക്കെ കുറച്ച് കഴിക്കാം. അങ്ങനെ പ്രസാദം അല്പം മാത്രമേ നമ്മൾ ഭുജിക്കാൻ പാടുള്ളൂ. തീർത്ഥം മൂത്രം ആവരുത് എന്ന് പറയും. അത്ര ഒരു തുള്ളി നാക്കിലേക്ക് എത്താണ്ട അത്രയ്ക്കേ പാടുള്ളൂ. അത് പരിശുദ്ധമാക്കാനായിട്ടുള്ള ആ ഒരു പ്രതീതി. അതുപോലെ തന്നെയാണ് പ്രസാദം കഴിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രസാദം കഴിക്കണം. അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഇതിപ്പോൾ നമ്മൾ അങ്ങനെയാണോ സ്വീകരിക്കേണ്ടത്? അങ്ങനെയല്ല നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പം അത്രയും ആ പ്രസാദം എന്ന് പറഞ്ഞാൽ അത് അല്പം മാത്രമേ നമുക്ക് കഴിക്കാനായിട്ട് പാടുള്ളൂ എന്നുള്ളതാണ് പറയണത്. അപ്പോൾ നമ്മൾ എന്താണോ ഭഗവാന് കൊടുക്കേണ്ടത് ആ ഭഗവാൻ അപ്പം നമ്മുടെ ആ ഇന്ദ്രിയങ്ങളിലൂടെ ആ ഈശ്വരൻ്റെ നമ്മൾ കഴിക്കുന്ന ആഹാരമൊക്കെ ഒരു
അതിനൊക്കെ ഒരു കണക്ക് വേണം. ഇപ്പോൾ ഈശ്വരൻ തരണതാണെന്ന് പറഞ്ഞ് വാരി വലിച്ച് കഴിച്ചിട്ട് കാര്യമില്ല. അത് ഒരു കണക്കനുസരിച്ചിട്ടേ കഴിക്കാവൂ. അധികമായിട്ട് കഴിക്കാൻ പാടില്ല. അപ്പം നമുക്ക് ഈ അധികമായി അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ രോഗങ്ങളൊക്കെ കുറേ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും. അതുപോലെ നമ്മളുടെ ചിന്തകൾ, നമ്മളുടെ പ്രവൃത്തികളൊക്കെ പ്രവൃത്തി ചെയ്യുമ്പോഴും മറ്റുള്ളവർക്കൊരു ദോഷമില്ലാത്ത പ്രവൃത്തികളൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ ഈശ്വരോന്മുഖമായിട്ട് തീരുക. അങ്ങനെയാണ്. അങ്ങനെ ഓരോന്നും അറിയണം. ഈ അറിവുകളും ഈ അനുഭവങ്ങളൊക്കെ നേടണത് എവിടെ നിന്നാണെന്നറിയോ? അതൊക്കെ ഇതുപോലെയുള്ള സൽഗ്രന്ഥങ്ങളിൽ നിന്നാണ്. ഭാഗവതം ശ്രദ്ധയോടു കൂടിയിട്ട് അതിനെ ഉപാസിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് ഭഗവാൻ തന്നെ പറഞ്ഞു തന്ന അനുഭവമാക്കി തരും. അങ്ങനെ അനുഭവമാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഭഗവാന്റെ എല്ലാം മംഗളമായിട്ടുള്ളതാണ്, സങ്കടം തീർക്കാനുള്ളതാണ്, ആനന്ദം നൽകണതാണ്, ശക്തി നൽകണതാണ്, മുക്തി നൽകേണ്ടതാണ്. അങ്ങനെയുള്ള ഭഗവാന്റെയാണ് കൃഷ്ണൻ്റെ പാദത്തിനെ നമ്മൾ ആശ്രയിക്കുക. മനോഹരമായിട്ടുള്ളൊരു കീർത്തനം ഇവിടെ എനിക്കിന്ന് കിട്ടി. അതും കൂടെ നിങ്ങളുടെ അടുത്തുനിന്ന് ചൊല്ലുകയാണ്. അത് ശരിക്കും പറയുകയാണത് എന്താണെന്ന് വെച്ചാൽ നാരായണീയം പൂർണ്ണമായിട്ട് നമ്മൾ വായിച്ച് സമർപ്പിക്കുമല്ലോ. അപ്പോൾ നാരായണീയ സമിതികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് അവർ മംഗളമായിട്ട് ചൊല്ലണതാണ് ഇതെന്ന് പറഞ്ഞു. ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. പക്ഷേ മംഗളമായിട്ട് ഇത് ചൊല്ലുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ചൊല്ലണവരുണ്ടാവുമായിരിക്കും. എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇത്. അപ്പം ഞാനതും കൂടി ഒന്ന് ചൊല്ലി കുറച്ച് നാമം ജപിച്ച് നമുക്കിവിടെ സമർപ്പിക്കാം. മംഗളം മഞ്ജുളം കൃഷ്ണപാദാംബുജം മംഗല്യദായകം കൃഷ്ണപാദാംബുജം സങ്കടനാശനം കൃഷ്ണപാദാംബുജം സന്തോഷദായകം കൃഷ്ണപാദാംബുജം ദുഷ്ടാവിനാശനം കൃഷ്ണപാദാംബുജം ശിഷ്ടജനപ്രിയം കൃഷ്ണപാദാംബുജം മുക്തിപ്രദായകം കൃഷ്ണപാദാംബുജം ശക്തിപ്രദായകം കൃഷ്ണപാദാംബുജം മംഗളം മഞ്ജുളം കൃഷ്ണപാദാംബുജം മംഗല്യദായകം കൃഷ്ണപാദാംബുജം സന്മയം ചിന്മയം കൃഷ്ണപാദാംബുജം കൽമഷനാശനം കൃഷ്ണപാദാംബുജം നിഷ്കളം നിസ്തുലം കൃഷ്ണപാദാംബുജം നിത്യാനിരാമയം കൃഷ്ണപാദാംബുജം മഞ്ജുളം മംഗളം മഞ്ജുളം കൃഷ്ണപാദാംബുജം മംഗല്യദായകം കൃഷ്ണപാദാംബുജം ആനന്ദദായകം കൃഷ്ണപാദാംബുജം ആകുലാനാശനം കൃഷ്ണപാദാംബുജം മോക്ഷപ്രദായകം കൃഷ്ണപാദാംബുജം മോഹാവിനാശനം കൃഷ്ണപാദാംബുജം ശ്രീഗുരുവായൂപുരേശപാദാംബുജം ശ്രീയേകിടുന്നൊരാ ദിവ്യപാദാംബുജം നിത്യം നമിക്കുക നിത്യം ഭജിക്കുക നിത്യം സ്തുതിക്കുക കൃഷ്ണപാദാംബുജം കൃഷ്ണപാദാംബുജം മംഗളം മഞ്ജുളം കൃഷ്ണപാദാംബുജം മംഗല്യദായകം കൃഷ്ണപാദാംബുജം സങ്കടനാശനം കൃഷ്ണപാദാംബുജം സന്തോഷദായകം കൃഷ്ണപാദാംബുജം. അതെ, കൃഷ്ണൻ്റെ ആ പാദങ്ങൾ എല്ലാവർക്കും ആശ്രയമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഭഗവാന്റെ കലിസന്ധരണ ഉപനിഷത്ത് മന്ത്രമായിട്ടുള്ള ഹരേ രാമ മന്ത്രം ജപിച്ചുകൊണ്ട് ഇന്നത്തെ സത്സംഗം ഇവിടെ സമർപ്പിക്കാം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ
ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം 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 രാധേശ്യാം. ആരോടുമുള്ളിൽ വകയേശിടാതെ, നേരായ മാർഗത്തെ വെടിഞ്ഞിടാതെ, രാഗാദിയിൽ പെട്ടുവലഞ്ഞിടാതെ, തിരേണമേ കൃഷ്ണ മഹീയ ജന്മം.